കബർ പൊട്ടി പുറത്തേക്ക് വരുമ്പോൾ ദിക്ക് തിരിയാതെ ഭാഗം തിരിയാതെ ലോകമെന്തെന്നറിയാതെ നാല് ഭാഗത്ത് ഓടുമ്പോൾ ഞങ്ങളെ ഖബറിന്റെ അടുത്തൊരു വാഹനം വന്നു നിൽക്കും. ആ വാഹനമായി ഞങ്ങൾ അറുക്കുന്ന ബലിമൃഗത്തെ നീ കബൂലാക്കണം റഹ്മാനേ. ആ വാഹനപ്പുറത്ത് കയറി മഹ്ശറിലേക്കും അതുപോലെ ഹിസാബിന്റെ സ്ഥലത്തേക്കും അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ ചെന്ന് അവസാനം സിറാത്ത് എന്ന പാലത്തിലൂടെ സ്വർഗത്തിലേക്ക് പോകാൻ അത് നീ കാരണമാക്കണം അല്ലാഹ്. സിറാത്ത് പാലത്തിലൂടെ പോകുന്ന രംഗം വല്ലാത്തൊരു രംഗമാണ്. മുമ്പിൽ ഒരു കൂട്ടം ആളുകൾ ഇങ്ങനെ പോവുകയാണ്. അവരതാ സിറാത്ത് പാലത്തിലേക്ക് കയറുകയാണ്. ബാക്കിലുള്ള നമ്മൾ നേരിട്ട് ലൈവായി കാണുകയാണ്. അവരങ്ങോട്ട് കാലുവെക്കുന്നു, ചില താഴോട്ട് വീഴുന്നു, ചിലർ പെട്ടെന്ന് അങ്ങോട്ട് സ്വർഗത്തിലേക്ക് പോകുന്നു. ഇത് കണ്ടുകൊണ്ടാണ് അവരങ്ങ് കയറി കഴിഞ്ഞപ്പോ പാലത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ പോകുന്ന ഞങ്ങൾ എങ്ങനെ പാലത്തിലേക്ക് കാലെടുത്ത് വെക്കും? റബ്ബേ, ഞാനിതിൽ കയറൂല എന്ന് പറഞ്ഞ് തിരിച്ചു പോരാൻ ഞങ്ങൾക്ക് കഴിയുമോ? ഇല്ലല്ലോ. എന്തായാലും ആ പാലത്തിൽ കയറണം. ആ സമയത്ത് ഞങ്ങളെ കാൽപാദങ്ങളെ ആ പാലത്തിൽ അടിയുറപ്പിച്ചു നിർത്തി പെട്ടെന്ന് മിന്നിന്റെ വേഗത്തിൽ സ്വർഗത്തിലേക്ക് എത്താൻ സാധുക്കളായ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനേ. ഞങ്ങളുടെ ഭാര്യമക്കൾക്ക് തൗഫീഖ് നൽകണം അല്ലാഹ്. ഉസ്താദുമാർക്കും സ്നേഹിതന്മാർക്കും സഹായിച്ചവർക്കും അയൽവാസികൾക്കും എല്ലാ മുഅ്മിനുകൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. ആ സ്വർഗ്ഗത്തിൽ ഉല്ലസിക്കാൻ, അവിടെ കാണാൻ, അവിടുന്ന് വർത്തമാനം പറയാൻ ഇവിടെ കൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും എല്ലാവർക്കും നീ അവസരം നൽകണം അല്ലാഹ്. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين برحمتك يا ارحم الراحمين. وبحق صلى الله على محمد صلى الله عليه وسلم. صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. എല്ലാവരും ദ്വാരക്കണം. അസ്സലാമു അലൈക്കും.